നമ്മള് കോഴിക്കോട് ബീച്ചിന്റെ ലുക്കൊക്കെ മാറീണെന്ന് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോ നമ്മൾ തീരുമാനിച്ച വീട്ടിൽ പോയിട്ട് എന്തായാലും കോഴിക്കോട് ബീച്ചിൽ പോണം. ഈ ബീച്ചിന്റെ വൈബ് വേറെ ഏത് ബീച്ചിൽ പോയാൽ കിട്ടടോ? അതുപോലെ തന്നെ ഇവിടുത്തെ ഐശ്വര്യതയും ഉപ്പിലിട്ടതൊക്കെ എവിടുന്ന് കിട്ടാനടോ? ഫുഡിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. ഒരു ഐറ്റം പോലും വെറുതെ വിടാതെ എല്ലാ ഐറ്റങ്ങളും ട്രൈ ആക്കി, ഒന്നും മിസ്സാക്കിയിട്ടില്ലേ. ഏതായാലും ഇവിടത്തെ വന്നല്ലേ, വന്നത് മുതലാക്കാം. ഇവിടുന്ന് ഉപ്പിലിട്ടതും അധികമൊന്നും കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയാടോ കഴിക്കാതൊക്കെ? കണ്ടില്ലേ ഈ ചെക്കനൊക്കെ ഇവിടുത്തെ മസാല വെറുതെ കൂട്ടിട്ട് കഴിക്കും. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മസാല ഒക്കെ കൊടുക്കത്തെ ടേസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുതരാ, ഈ മസാല ഒക്കെ എന്തിട്ട് എങ്ങനെ ഉണ്ടാക്കിയതാന്നൊക്കെ നിങ്ങൾ ആധികാരികമായി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാല് പിന്നെ കഴിക്കലുണ്ടാവില്ല. പിന്നെ റിസൾട്ട് ഒക്കെ പിറ്റേന്ന് രാവിലെ അറിയാൻ പറ്റി. അപ്പൊ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കോഴിക്കോട് ബീച്ച് വന്നിട്ട് കഴിച്ചതിൽ ഏറ്റവും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളെ ഐറ്റം എന്താണ്? എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം ട്ടോ. പിന്നെ ഇവിടെ ജ്വല്ലറി ആയിട്ടും ഡ്രസ്സായിട്ടും എല്ലാ ഐറ്റംസ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ നിങ്ങളെ അഭിപ്രായം? കോഴിക്കോട് ബീച്ചിന്റെ പുതിയ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോല് എന്തായാലും വീഡിയോക്ക് ലൈക്കും കമന്റും ചെയ്യട്ടോ. അപ്പൊ നീ ഇഷ്ടപ്പെടാത്തോലോ ഓലും ലൈക്ക് അടിക്കടോ.